സംസ്ഥാനത്ത് ഡ്രൈ ഡേയിൽ ഭാഗിക ഇളവിന് മദ്യനയത്തിന്റെ കരടിൽ ശുപാർശ എന്നാണ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് അടക്കമുള്ളവയ്ക്ക് ഇളവ് നൽകാമെന്നാണ് ശുപാർശ. വി എ ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, എന്തൊക്കെയാണ് ഈ കരട് നയത്തിലെ ശുപാർശയുടെ മറ്റ് വിശദാംശങ്ങൾ? വിജയകുമാർ, ഈ കരട് മദ്യനയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ ഡ്രൈ ഡേയിൽ ഭാഗിക ഇളവ് വേണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ബാർ ഉടമകളും അതോടൊപ്പം തന്നെ ഡിസ്റ്റിലറി ഉടമകളും എല്ലാം ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്. സർക്കാർ ഈ വിഷയം പരിശോധിച്ചു വരുന്നതിനിടയിലാണ് നേരത്തെ രണ്ടാം ബാർക്കോഴ വിവാദം ഉണ്ടാകുന്നതും സർക്കാർ പ്രതിരോധത്തിലാകുന്നതും. തുടർന്ന് ഇക്കാര്യങ്ങളിൽ സർക്കാർ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ടൂറിസം മേഖലയിൽ നിന്നുള്ള നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭാഗികമായ ഇളവിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ എന്നിവിടങ്ങളിൽ ഡ്രൈ ഡേയിൽ ഭാഗിക ഇളവ് നൽകുന്നതിനാണ് ഇപ്പോൾ ഈ കരടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിനായി പ്രത്യേകം അപേക്ഷ നൽകണം. ഇതിനായി സ്വാഭാവികമായും ചട്ടങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. എന്നാൽ മദ്യ ഷോപ്പുകൾ 1-ാം തീയതി തുറക്കില്ല. അത് നിലവിലുള്ള രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ് ഈ കരടിൽ വ്യക്തമാക്കുന്നത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലാകും ഇളവ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഈ കരട് മദ്യനയം ഇനി കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ CPIM-ഉം ഇടതുമുന്നണിയും ഒക്കെ ഈ നയത്തിന് അംഗീകാരം നൽകേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമാകും ഇത് പ്രാവർത്തികമാകുക. ഏതായാലും നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നതാണ് ടൂറിസം മേഖലയിൽ വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നു എന്നുള്ളത്. അത് മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കരട് മദ്യനയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വിജയകുമാർ, ഈ കരട് നയത്തിൽ മറ്റെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ശുപാർശകളായി വന്നിരിക്കുന്നത്? ഗിരീഷ്, ഇതിപ്പോൾ ഡ്രൈ ഡേയുടെ കാര്യത്തിൽ നേരത്തെ അന്ന് ഈ രണ്ടാം ബാർ കോഴ വിവാദം ഉണ്ടായ സമയത്ത് പുറത്തു വന്ന ഓഡിയോയിൽ തന്നെ ഈ ഡ്രൈ ഡേ ഒക്കെ മാറ്റുന്നതിൻ്റെ സൂചനകളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അത് പിന്നെ ഒരു വിവാദമാവുകയും അത് ചർച്ചയാവുകയും ഒരു അന്വേഷണവും നടപടിയിലേക്കൊക്കെ പോവുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതല്ലാതെ ഈ കരടിൽ എന്തൊക്കെ പുതിയ ശുപാർശകൾ ഉണ്ട്? വിജയകുമാർ, കരട് മദ്യനയത്തിൽ മറ്റു ശുപാർശകൾ, അതായത് സമയം നീട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശയാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ശുപാർശയും തന്നെ കരട് മദ്യനയത്തിൽ ഇടം പിടിച്ചിട്ടില്ല. നിലവിലുള്ള രീതിയിൽ തന്നെ ബാറുകൾ തുറക്കുന്നതും അതോടൊപ്പം തന്നെ 11 മണിക്ക് അടയ്ക്കുന്നതും ആ രീതിയിൽ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ കരട് മദ്യനയത്തിൽ ഉള്ളത്. മറ്റൊന്ന്, ബാറുകളുടെ ലൈസൻസും അതോടൊപ്പം തന്നെ ഇവർ നൽകാനുള്ള നികുതി കുടിശ്ശികയും സംബന്ധിച്ച ചില വ്യവസ്ഥകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഈ ബാറുകളുടെ സമയം നീട്ടുന്നതുമായി ബന്ധപ്പെട്ടുമായിരുന്നു. എന്നാൽ ബാറുകളുടെ സമയം നീട്ടുന്നതിൽ ഇപ്പോൾ തീരുമാനമെടുക്കേണ്ട എന്ന തരത്തിലേക്ക് എക്സൈസ് വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നു. വിജയകുമാർ, യെസ്, ഡ്രൈ ഡേയിൽ ഭാഗിക ഇളവിനാണ് മദ്യനയത്തിന്റെ കരടിൽ ശുപാർശ. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് അടക്കമുള്ളവയ്ക്ക് ഇളവ് നൽകാമെന്ന ശുപാർശയുണ്ട്. എന്നാൽ സമയം നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ അത് ശുപാർശയിലില്ല എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.